Hi friends, welcome to our channel Theme on Fire. അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് us continue with that thermodynamics. തെർമോഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 30 മാർക്ക് 28 മുതൽ 32 വരെ മാർക്കോളം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു 6 തൊട്ട് 8 വരെ അല്ലേ 6, 8 അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഇന്ന് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത് വേറെ ചാപ്റ്ററായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് മാത്രം നമ്മൾ ഹീറ്റ്, കുറച്ച് ലോസ്, കുറച്ച് ഇക്വേഷൻസ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് CP/CV എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ എല്ലാ പ്രാവശ്യവും വരുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് വരും. മിനിമം നമുക്കൊരു 6 ക്വസ്റ്റ്യൻസ് എങ്കിലും വരും. അതായത് 20 to 30 മാർക്സ് നമുക്ക് ഇതിനകത്തുനിന്ന് സ്കോർ ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ബി കെയർഫുൾ, നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഈ ചാപ്റ്റർ പഠിക്കുക. സോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നോക്കിയിട്ടുണ്ട്. സമ്മറിയിൽ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ബട്ട് പഴയ പാർട്സ് കൂടെ നിങ്ങൾ നോക്കുക. സോ ഇപ്രാവശ്യം നമുക്ക് എന്ത് പഠിക്കാം? ടൈപ്സ് ഓഫ് പ്രോസസ്സ്. കുറേ പ്രോസസ്സ് ഉണ്ട് ഈ തെർമോഡൈനാമിക്സിലെ. ടൈപ്സ് ഓഫ് പ്രോസസ്സസ്, അതായത് ഐസോബാറിക് പ്രോസസ്സ് ഉണ്ട്, ഐസോബാറിക്, ദെൻ ഐസോതെർമൽ, ഐസോകോറിക്, പിന്നെ അഡയാബാറ്റിക്. ഈ 4 ടൈപ്പ് ഓഫ് പ്രോസസ്സാണ് മെയിനായിട്ട് തെർമോഡൈനാമിക്സിൽ നമ്മൾ കാണുന്നത്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ എപ്പോഴായാലും ഐസോബാർസ് അല്ലെങ്കിൽ ഐസോബാറിക് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു പ്രഷർ. അപ്പോൾ സെയിം പ്രഷർ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. എൻ്റയർ പ്രോസസ്സിൽ പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐസോബാറിക് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ ഈസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഞാനിതൊന്ന് കളയുവാണേ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് അല്ലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV is equal to nRT. P is a pressure, V is a volume, N is a number of moles, R is a universal gas constant. It is a constant. N ഒരു പർട്ടിക്കുലർ വോളിയം എടുത്തു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ മാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ N is constant, R is constant, T is a temperature. So P is a pressure, V is a volume, T is a temperature. ഇത് രണ്ടും നമ്പർ ഓഫ് മോൾസ്, ഇത് നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താ ഇപ്പോൾ പറയുന്നത്? ഒരു പ്രോസസ്സ് ഐസോബാറിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദിസ് പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ V is equal to nR/P into T. അപ്പം ഈ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ N മാറും, എന്തായാലും കോൺസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഈ എൻ്റെ ടേം ഈസ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സോ V നമുക്ക് എന്ത് പറയാൻ പറ്റും? V ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T അല്ലേ? V T ആയിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അപ്പം ഒരു സിസ്റ്റം ഐസോബാറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വോളിയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ വോളിയം ദർ ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വോളിയം മാറും. സോ നമുക്ക് എങ്ങനെ എഴുതാം ഇതിൻ്റെ ഒരു ഇക്വേഷൻ? V1/V2 is equal to T1/T2. കാരണം ഇത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. സോ റിമെമ്പർ ദിസ് ഇക്വേഷൻ ഫോർ എന്താണ്? ഐസോബാറിക് കേസ്. ഐസോബാർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. P ഈസ് കോൺസ്റ്റൻറ്റ്. P ആവുമ്പോൾ നമുക്ക് എൻ്റെ ടൈം നമുക്കിത് എന്തായിട്ട് മാറും? കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. സോ അവർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ V1/V2. അപ്പോൾ ഈ സിസ്റ്റത്തിൽ തന്നെ കുറച്ചുകൂടെ വോളിയം കൂട്ടിയാൽ, ആദ്യം ഇനിഷ്യൽ വോളിയം 1 atmosphere ആയിരുന്നു, ദെൻ വോളിയം 2 atmosphere ആയി. ഈ സമയത്ത് ടെമ്പറേച്ചർ ഒരു 100 degree centigrade ആയിരുന്നു. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഹിയർ? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ നമുക്കിത് V1/V2 is equal to T1/T2 എന്ന് എഴുതാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, യു പുട്ട് ദാറ്റ് T1 in Kelvin. എല്ലാ ഡിഗ്രി സെൽഷ്യസിലും നമുക്ക് ഇതിനകത്ത് ഒരു ചാപ്റ്ററിൽ ഒരെണ്ണമില്ല. ഡിവൈഡ് ചെയ്യുന്ന എന്തുവാണെങ്കിലും നമ്മൾ ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്ന് ഡയറക്റ്റ്ലി യു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എന്ത്? കെൽവിനിലേക്ക് മാറ്റണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ ഐസോബാറിക് കേസസിൽ V ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T. സോ V1/V2 is equal to T1/T2. ഇനി അതേമാതിരി തന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാമല്ലോ. ഐസോബാറിക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഐസോതെർമൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇറ്റ് ഈസ് ടെമ്പറേച്ചർ ഈസ് ഐസോതെർമൽ പ്രോസസ്. ഹിയർ എന്താണ്? തെർമൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. ഈ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ
നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഇതിൻ്റെ ഡെറിവേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. സോ നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് പഠിച്ചിരിക്കുക. പി വി ഇസ് ഈക്വൽ എൻ ആർ ടി ഇസ് അവർ ബേസിക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ ആ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷനാണ് ഇത്. ഇതിലെന്താ പറയുന്നത്? ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ എന്താ? പി വി ഈസ് എൻ്റയർ തിങ് എൻ ആർ ടി. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എന്നും ആറും ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എൻ ആർ ടി ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ദിസ് തിങ് ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് എന്ത് പറയാം? പി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വി അല്ലേ? പിൻ്റെ വിനെ അങ്ങോട്ട് മാറ്റുക. സോ അങ്ങനത്തെ കേസിൽ എന്ത് വരും? ഇറ്റ് ഈസ് ആക്ച്വലി P1/P2 is equal to V2/V1. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലേ? അതുകൊണ്ട് നമുക്ക് തിരിച്ചെഴുതേണ്ടി വരും. സോ മറ്റേതുമാതിരി തന്നെ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എൻ്റെ തിങ് ബിക്കംസ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് പി ഇസ് വിനെ അങ്ങോട്ട് മാറ്റുവാണെങ്കിൽ ഇറ്റ് ബിക്കംസ് 1/V. അതുകൊണ്ട് പി ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വി. സോ P1/P2 ഈസ് ഈക്വൽ ടു V2/V1. സോ മറ്റേതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ഐസോകോറിക് പ്രോസസ്സ്. നെക്സ്റ്റ് പ്രോസസ് ഈസ് ഐസോകോറിക്. ഐസോകോറിക് പ്രോസസ്സിൽ നമുക്ക് എന്താ പറ്റുന്നത്? ഇറ്റ് ഈസ് സെയിം വോളിയം അല്ലെ കോൺസ്റ്റൻറ്റ് വോളിയം, ഓർ വോളിയം ഈസ് കോൺസ്റ്റൻറ്റ്. വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അഗെയിൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. സോ നമ്മൾ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. സോ പി ഇസ് ഈക്വൽ ടു എൻ ആർ ബൈ വി ഇൻറ്റു ടി. സോ ദിസ് തിങ് ബിക്കംസ് കോൺസ്റ്റൻറ്റ്. സോ പി എന്താ? P is proportional to T. Here P is proportional to T. So P1/P2 is equal to T1/T2. Same proportion. So ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഹിയർ ഇറ്റ് ഈസ് ദ ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വോളിയം ഈസ് കോൺസ്റ്റൻറ്റ്. അന്നേരം നമ്മൾ ഈ വീനെ ഇങ്ങോട്ട് മാറ്റുക. സോ ഈ ദിസ് ഓൾ ദീസ് തിങ്സ് ബിക്കംസ് കോൺസ്റ്റൻറ്റ്. P is directly proportional to T. P1/P2 is equal to T1/T2. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോസസ്സാണ് നമ്മുടെ അഡിയബാറ്റിക് പ്രോസസ്സ്. ഐസോതെർമൽ, ഐസോകോറിക്, ഐസോബാറിക്, ഇത് മൂന്നും കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഡെൽറ്റ ക്യൂ ഈസ് 0. അവിടെ ദെയർ ഇസ് നോ ഒരു ഇൻസുലേറ്റഡ് സിസ്റ്റം. എന്തെങ്കിലും ഒരു ഇൻസുലേറ്റഡ് സിസ്റ്റം ഉണ്ട്, അതിൻ്റെ പുറത്തുകൂടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചും പുറത്തേക്ക് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഹീറ്റ് അങ്ങോട്ട് പോകുന്നില്ല. അതായത് ഡെൽറ്റ ക്യൂ നമ്മൾ പഠിച്ചു, ഡെൽറ്റ ക്യൂ ഈസ് 0. അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് കേട്ടോ. അതിൻ്റെ ഇക്വേഷൻ മുഴുവൻ ഞാൻ എഴുതില്ല. പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുമാതിരി തന്നെ ടി വെച്ചിട്ടുമുണ്ട് മറ്റേത് വെച്ചു. പക്ഷേ അതൊന്നും ഞാൻ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, നീറ്റിൽ കണ്ടിട്ടുണ്ട്, ജെയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കീമിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മാത്രമേ കണ്ടുള്ളൂ. അഡിയബാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ ദിസ് വൺ ഈസ് ദ ഇക്വേഷൻ. സോ ഗാമ എന്താണെന്ന് പറയുക? ഗാമ ഈസ് ഈക്വൽ ടു CP/CV. അപ്പോൾ CP/CV ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ CP എന്താ? നമ്മുടെ CP is equal to R into F/2 plus 1. So CV is equal to R into F/2. അപ്പോൾ ഈ നമുക്ക് F കിട്ടിക്കഴിഞ്ഞാൽ we can find what is gamma. F എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഫോർ എ മോണോ ആറ്റോമിക് കേസ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് 3. ഡയാറ്റോമിക് കേസ് ആണെങ്കിൽ എഫ് ബിക്കംസ് എത്രയാണ്? 5. ദെൻ ട്രയാറ്റോമിക് അല്ലെങ്കിൽ മൾട്ടി ആറ്റോമിക് കേസിലാണെങ്കിൽ എഫ് ബിക്കം 6. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ ഫൈൻഡ് ഔട്ട്. ചിലപ്പോൾ ഗാമ ഡയറക്റ്റ്ലി തരും, ഇല്ലെങ്കിൽ ഗാമ ചിലപ്പോൾ എഫിൻ്റെ ടേംസിലായിരിക്കും കണ്ടുപിടിക്കുന്നത്. വാട്ട് എവർ മേ ബി ദ കേസ്, ഹിയർ ഇറ്റ് ഈസ് PV raised to R is a constant. So P is proportional to 1/V raised to gamma. അന്നേരം എന്ത് എഴുതാം? P1/P2 is equal to V2 gamma by V1 raised to gamma. സോ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അഡിയബാറ്റിക്കിൻ്റെ കേസിൽ യു ജസ്റ്റ് റിമെമ്പർ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. സോ ഐസോതെർമൽ, ഐസോകോറിക്, ഐസോബാറിക് എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ. സോ ഹിയർ ഇറ്റ് ഈസ് PV raised to gamma is a constant. അപ്പോൾ ഈ 4 പ്രോസസ്സ് നോക്കുക. ഈ 4 പ്രോസസ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്കിപ്പോൾ ചെയ്യാം. ഓക്കെ, ഇത് 4 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാം കൂടെ പറയുന്നില്ല, അടുത്ത ചാപ്റ്ററിൽ അടുത്ത പാർട്ടിൽ നമുക്ക് നോക്കാം. സോ ജസ്റ്റ് റിമെമ്പർ ദീസ് 4 പ്രോസസ്സസ്: ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, ഡയബാറ്റിക്. ഇത് വെച്ചിട്ടുള്ള തിയറി വരാം. ഓക്കെ, അതേപോലെ തന്നെ പ്രോബ്ലംസും വരാം. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കീം 2023 ക്വസ്റ്റ്യൻ ആണ്. ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് കെപ്റ്റ് ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ്
temperature is doubled and the volume of the container is reduced to half, the gas pressure is. Sorry. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് ടൈപ്പ് ഓഫ് പ്രോസസ് ആണെന്നൊന്നും പറയുന്നില്ല. ഐഡിയൽ ഗ്യാസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ വി നോ ദാറ്റ് PV ഈസ് ഈക്വൽ ടു nRT. ആൻഡ് ഐഡിയൽ ഗ്യാസ് ഇസ് കെപ്റ്റ് ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ എന്ന് വെച്ചാൽ വേറൊരു സാധനം അതിനകത്തോട്ട് കയറി വരുന്നില്ല. സോ N ഈസ് കോൺസ്റ്റൻറ്റ്. സോ N1 ഈസ് ഈക്വൽ ടു N2 ഈസ് ഈക്വൽ ടു N തന്നെ. സോ R വി നോ ദാറ്റ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ്. സോ ഫസ്റ്റ് സിസ്റ്റത്തിൽ T1 ഈസ് ഈക്വൽ ടു T ആണെങ്കിൽ T2 ഈസ് ഈക്വൽ ടു എന്താണ്? ഡബിൾ. ടെമ്പറേച്ചർ ഡബിൾ ആയി, 2T ആയി അല്ലേ? പിന്നെ പറഞ്ഞ വോള്യൂം ഓഫ് ദ കണ്ടെയ്നർ ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. അപ്പോൾ വോള്യൂം V1 നമ്മൾ V ആയിട്ട് എടുക്കുകയാണെങ്കിൽ V2 ഈസ് ഈക്വൽ ടു V/2 അല്ലേ? വോള്യൂം ഹാഫായി. അങ്ങനെയാണെങ്കിൽ ദ ഗ്യാസ് പ്രഷർ, ഗ്യാസിൻ്റെ പ്രഷർ, സോ ലെറ്റ് ബി P1 ഈസ് P ആണെങ്കിൽ P2 എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ ഗ്യാസ് പ്രഷറിന് എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത്? സോ വി നോ ദാറ്റ് ബേസിക് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു nRT. അതിനകത്തൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് P1 P1/P2 എഴുതാം അല്ലേ? P1 ഈക്വൽ ടു എന്ത് വരും? nRT/V അല്ലേ? Nനും Rഉം സെയിം ആണ്. T1 V1 ആയിരിക്കും വരുന്നത്. സോ P2 ഈസ് ഈക്വൽ ടു nR ഇൻറ്റു T2/V2. സോ P1/P2 ഈസ് ഈക്വൽ ടു എന്ത് വരും? nRT1/V1 ഇൻറ്റു തിരിച്ചിട്ട് ഗുണിക്കാം nRT2. സോ nR ക്യാൻസൽ ചെയ്തു. സോ വാട്ട് കംസ്? T1V2/V1 T2. T1 എത്രയാ? T1 ഈസ് T, V2 എന്ന് പറഞ്ഞാൽ V/2 ഇൻറ്റു V1 V ആയിട്ട് എടുക്കാം. T2 എന്ന് പറഞ്ഞാൽ 2T, ഇറ്റ് ഈസ് 2T. സോ T എല്ലാം ക്യാൻസൽ ചെയ്യും, ബാക്കി 1/4. സോ P1/P2 ഈസ് ഈക്വൽ ടു 1/4. സോ അതുകൊണ്ട് എന്താ? P2 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. P2 ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു 4. സോ വാട്ട് ഈസ് P2? P2 ഈസ് ഇൻക്രീസ്ഡ് ബൈ 4 times. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. ജസ്റ്റ് റിമെമ്പർ ദിസ് ഇക്വേഷൻ. PV ഈസ് ഈക്വൽ ടു nRT. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്നതൊക്കെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T1 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡബിൾ ആയെന്ന് പറയുന്നു. ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ്. വോള്യൂം ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. വോള്യൂം പകുതിയെ ഇനിഷ്യൽ വോള്യൂം V ആയിട്ട് എടുക്കുകയാണെങ്കിൽ V2 ഈസ് V/2. P2 നമുക്ക് അറിയത്തില്ല. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ എവറിത്തിങ്, യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ഫ്രം 2023 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഐഡിയൽ ഡയാറ്റോമിക് ഗ്യാസ്, എന്ത് ഗ്യാസാണെന്ന് പറയുന്നത്? ഡയാറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ഡു നോട്ട് വൈബ്രേറ്റ്. അപ്പോൾ വൈബ്രേഷൻ ഇല്ല, ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ വൈബ്രേഷൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇഫ് വോള്യൂം ഈസ് കംപ്രസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 32 without any exchange of heat, not the point, without any exchange of heat. If the initial and final pressures are P1 and P2 respectively, then the ratio of P1 is to P2. So നമ്മളോട് എന്താ പറഞ്ഞത് ചോദിച്ചേക്കുന്നത്? P1/P2ൻ്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. P1 ഈസ് ടു P2 ആണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഐഡിയൽ ഗ്യാസ് ആണ്, ഡയറ്റമിക് ഗ്യാസ് ആണ്. ഡയറ്റമിക് ഗ്യാസ് ആകുമ്പോൾ നമുക്കറിയാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5. വൈബ്രേഷൻ ഇല്ല, അതുകൊണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് വൈ. ഓൺലി റൊട്ടേഷണലും ലോജിറ്റ്യൂഡിലും ലീനിയർ മോഷനേ ഉള്ളൂ. ഇഫ് വോള്യൂം ഈസ് കംപ്രസ്ഡ് ബൈ എ ഫാക്ടർ 32. സോ V1 ഇനിഷ്യൽ വോള്യൂം V ആണെങ്കിൽ വാട്ട് ഈസ് എ ഫൈനൽ വോള്യൂം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കംപ്രസ്ഡ് ബൈ V2. V/32 കംപ്രസ്ഡ് ബൈ 32 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. വിത്തൗട്ട് എനി എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ Q ഈസ് 0. അപ്പോൾ അതാണ് നമുക്ക് എന്തറിയാം? അഡയബാറ്റിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ്സിലാണ് എന്ത് ഉള്ളത്? ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്തത്. സോ ദിസ് എൻറ്റയർ പ്രോസസ് ഈസ് അഡയബാറ്റിക്. പ്രത്യേകിച്ച് അഡയബാറ്റിക് തന്നിട്ടില്ല, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും തരുന്നുണ്ടാവുക. എന്ത്? നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. സോ വിത്തൗട്ട് എനി എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡയബാറ്റിക് പ്രോസസ്. അഡയബാറ്റിക് പ്രോസസ് ആകുമ്പോൾ നമുക്ക് എന്തറിയാം? PV⁻⁴ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ P1 P is inversely proportional to 1/V⁻n. So P1
by P2 is equal to V2 by V1 gamma. ഓക്കെ, ഇനി V1 raised to gamma, V2 raised to gamma ഞാൻ ഇങ്ങനെ എഴുതിയതേ ഉള്ളൂ. സോ വാട്ട് ഈസ് വിൻ്റെ കംപ്രഷൻ നമുക്ക് തന്നു. ഇത് മാത്രം അറിഞ്ഞാൽ മതി. സോ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു V2 എത്രയാണ് തന്നേക്കുന്നത്? V2 is V by 32, V1 is V. സോ ഹോൾ റേസ് ടു എത്രയാ? ഗാമ നമുക്കറിയത്തില്ല. സോ ദിസ് ഈസ് ആക്ച്വലി 1/32 റേസ് ടു ഗാമയാണ്. സോ ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ഗാമ. നമുക്ക് എഫ് അറിയാം. സോ എഫ് അറിയാമെങ്കിൽ ഗാമ എങ്ങനെ അറിയാം? ഗാമ ഈസ് ഈക്വൽ ടു CP ബൈ CV. CP എന്ന് പറഞ്ഞാൽ R/F/2 + 1 ബൈ R. ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചതാണ് F/2. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R ക്യാൻസൽ ചെയ്ത് F/2 എത്ര വരും? 5/2 + 1. നിങ്ങൾ ഇതിനോടൊപ്പം ചെയ്തുകൊണ്ട് പോണേ. 5/2. സോ ഇറ്റ് ഈസ് ആക്ച്വലി 7/2/5/2. സോ ആൻസർ ഈസ് 7/5. എന്താണ് ഗാമയുടെ വാല്യൂ? നമുക്ക് 7/5 കിട്ടി. സോ 1/32 റേസ് ടു 7/5. സോ ഇതൊരു കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. സോ നമുക്ക് 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2. അപ്പോൾ 16 2. ഓക്കെ, ദാറ്റ് 1 × 1ൻ്റെ അത് തന്നെയാണല്ലോ ബൈ 7/5. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? P1 by P2 is equal to 1/. T2നെ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. 2 റേസ് ടു 1 2 3 4 5 2 റേസ് ടു 5 ഹോൾ റേസ് ടു 7/5. ഈ 5 ക്യാൻസൽ ചെയ്യുമല്ലോ. ബാക്കി എന്താ ഉള്ളത്? 1/2 റേസ് ടു 7. 1/2 റേസ് ടു 7 എത്രയാണ്? 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 32. അപ്പോൾ സോ 32 ഇൻറ്റു പിന്നെ 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 32, പിന്നെ 2 കൂടെ അല്ലേ ഉള്ളൂ, പിന്നെ 4 കൂടെ. സോ 24 8 4 3 11. സോ 1/128. സോ 1/1 2 റേസ് ടു 7 എന്ന് പറഞ്ഞാൽ 1/128. ശരിക്കും 32 റേസ് ടു 7/5 എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. സോ അതിനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു വലിയ വാല്യൂ വരുവാണെങ്കിൽ അതിനെ ചെറിയ 2ൻ്റെയോ 3ൻ്റെയോ ടേംസിൽ നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വി കൻ ഈസിലി ഡിവൈഡ്. സോ ദിസ് വൺ ഓപ്ഷൻ ഈസ് here it is. So P1 raised to P2 is equal to 1:128 is the answer. 1:128. Simple. Option E is simple. ഈ ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഇച്ചിരി സമയം എടുക്കും, അത് മാത്രമേ ഉള്ളൂ. സോ ഡയറ്റമിക് ആകുമ്പോൾ F is 5, F 5 ആണെങ്കിൽ വാട്ട് ഈസ് ഗാമ കണ്ടുപിടിക്കുക? 7/5. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. CP is R is universal constant into degrees of freedom. So degrees of freedom for monoatomic കേസിലാണ്. മോണോആറ്റമിക് ആണ് തന്നിരുന്നെങ്കിൽ F is 3 ആണ് ഇവിടെ. പിന്നെ ട്രയറ്റമിക് ആണ് തന്നിരുന്നെങ്കിൽ അത് നോൺ ലീനിയർ ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് 6. സോ തരും നിങ്ങൾക്ക് എന്താണ് തരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഡയറ്റമിക് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് 5. F എന്ന് പറഞ്ഞാൽ 5 ആകും. അത് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CP അറിയാം, CV അറിയാം. CP എന്താണ്? CP ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് R/F/2 + 1. CV എന്ന് പറഞ്ഞാൽ F/2 ആണ്. അത് വെച്ച് നമുക്ക് ഗാമ കിട്ടി. ആ ഗാമേനെ നമ്മൾ ഇവിടെ ചെയ്യുക. ഇത് അഡയബാറ്റിക്, നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നുണ്ട്. വിത്തൗട്ട് എനി എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ അഡയബാറ്റിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് 0 ആണ്. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അതുകൊണ്ട് PV റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ഈ കാര്യം മാത്രം ഏത് പ്രോസസ്സാണ് നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ പർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്യുക. അത് മാത്രമേ അത് ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ഒരു പ്രോബ്ലം ആണ്. എ സിലിണ്ടറിക്കൽ വെസൽ കണ്ടെയ്ൻ 16 gram of gas at a pressure of 1 atmosphere. A certain amount of gas is taken out and pressure of gas in the vessel becomes 0.75 atm. The amount of gas taken out. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ഒരു വെസൽ ഉണ്ട്, അതിന് ഒരു M1 എന്ന് പറയുന്നത് 16 കിലോഗ്രാം. ഗ്യാസ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. സം ഗ്യാസ്, അതൊരു പ്രഷർ 1 atmospheric പ്രഷറിൽ അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ എന്ത് ചെയ്തു? അതിനകത്ത് നിന്ന് കുറച്ച് ഗ്യാസ് പുറത്തേക്ക് എടുത്ത് മാറ്റി. അപ്പോൾ എന്ത് പറ്റി? അപ്പോഴത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 0.75 atm ആണ്. അങ്ങനെയാണെങ്കിൽ അന്നേരം എമൗണ്ട് ഓഫ് ഗ്യാസ് ടേക്കൺ ഔട്ട്, ബാക്കിയുള്ള ഗ്യാസ് അല്ല ചോദിച്ചേക്കുന്നത്, പുറത്തേക്ക് എടുത്ത ഗ്യാസ് എത്രയാണ്? സോ അതിനകത്ത് ബാക്കിയുള്ള ഗ്യാസാണ് നമ്മുടെ M2. സോ ടേക്കൺ ഔട്ട് എന്ന് പറയുന്നത് ഈ M1 - M2 ആയിരിക്കുമല്ലോ. പുറത്തേക്കും അത് എപ്പോഴും ശ്രദ്ധിക്കണം. അതിനകത്ത് ബാക്കിയുള്ളതാണ് നമുക്ക് ഈ നമ്മുടെ റിലേഷൻഷിപ്പിലൂടെയൊക്കെ കിട്ടുന്നത്. ബട്ട് എമൗണ്ട് ഓഫ് ഗ്യാസ് ടേക്കൺ ഔട്ടാണ് ചോദിച്ചേക്കുന്നത്, അത് ശ്രദ്ധിച്ചേക്കുക. സോ നമ്മുടെ സെയിം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എടുക്കുക. PV = nRT. അപ്പോൾ ഇവിടുത്തെ കേസിൽ ടെമ്പറേച്ചറോ വോളിയം ഒന്നും പറയുന്നില്ല. സോ ടേക്ക് ഇറ്റ് ആസ് V and T ആസ് കോൺസ്റ്റൻറ്റ്.
അത് രണ്ടും കോൺസ്റ്റൻ്റ് ആണെന്ന്. കാരണം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തതായിട്ടും പറയുന്നില്ല, അതൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം അറിയില്ല. സോ വാട്ട് വി ക്യാൻ ടേക്ക് ഇസ് പി ഈസ് ഡയറക്റ്റ് പ്രഷർ അല്ലേ, ആ പ്രഷർ തന്നിട്ടുണ്ട്. വി നോ ദിസ് വെയിറ്റ് പി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൻ. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് നമുക്ക് എഴുതാൻ പറ്റുന്നത് മാസ് ബൈ മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് നമുക്ക് അറിയത്തില്ല, എന്ത് ഗ്യാസാണെന്ന് തന്നില്ല. ഇപ്പോൾ ഓക്സിജൻ ഗ്യാസ് O2 ആണെന്ന് തന്നാൽ നമുക്കറിയാം ദാറ്റ് ഈസ് 32. അതുപോലെ തന്നെ എന്ത് വന്ന് നമുക്ക് പ്രത്യേകിച്ച് ഹൈഡ്രജൻ ആണെങ്കിൽ വി നോ ഇറ്റ് എസ് 2. സോ അങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട് നമുക്കിത് അറിയത്തില്ല. സോ P is directly proportional to m by number of moles, m by m എഴുതാം, that you learn in chemistry. So P is directly proportional to m. So P1 by m P2 അല്ലേ, P1 by P2 is equal to m1 by m2 എന്ന് എഴുതാം. ആ m2 ഓർണം അതിനകത്ത് ബാക്കിയുള്ളതാണ്, ബാക്കിയുള്ള പ്രഷറിന് ബാക്കിയുള്ള വെയിറ്റ് ആണ്, കുറച്ച് സാധനം പുറത്തേക്ക് എടുത്തതല്ല. സോ വാട്ട് ഈസ് വി നീഡ് ടു നോ m2. m2 എന്ന് പറയുന്നത് P2 m1 by P1. So what is P2? P2 is 0.75. m1 എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് P1. P1 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 16 0.75 നമുക്ക് 4/3 അല്ല 3/4 എന്ന് എഴുതാമല്ലോ, മുക്കാല് 3/4 into 16 അല്ലേ. സോ ഇറ്റ് ഈസ് 4. സോ ഇറ്റ് ഈസ് 12 kg. 12 kg സാധനമാണ്. ബാക്കി ഒരു ബോക്സ് ഉണ്ടായിരുന്നു. സോ ഈ ബോക്സിൽ ആദ്യം 16 kg ഗ്യാസ് ഉണ്ടായിരുന്നു. ഇതിലിപ്പം ബാക്കിയുള്ളത് 12 kg ആണ്. അപ്പോൾ എത്രയായിരിക്കും പുറത്തേക്ക് എടുത്തിട്ടുണ്ടാവുക? പുറത്തേക്ക് പോയിട്ടുണ്ടാവുക 14 അല്ലേ, 4 കിലോ പുറത്തേക്ക് എടുത്താലാണ് ബാക്കി 12. എപ്പോഴും ശ്രദ്ധിക്കുക, ടേക്കൺ ഔട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 4 kg വന്നത്. ഓക്കെ, സോ 4 kg. ഓക്കെ, 12 kg നമ്മൾ എഴുതാൻ ചാൻസ് ഉണ്ട്. ഭാഗ്യത്തിന് അങ്ങനെ ഒരു കീമിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ഓപ്ഷൻ നോക്കും, അപ്പം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊന്നും ഞാൻ ഇങ്ങനെ കണ്ടില്ല. കീം വളരെ നമ്മളായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എഴുതുന്ന ആൾക്കാരുമായിട്ട് സ്റ്റുഡൻസുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. വളരെ സിമ്പിളാണ്. ഒൺലി തിങ് ഈസ് ദാറ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് ക്വസ്റ്റ്യനും ഇതൊക്കെ ഒന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഈസ് വെരി സിമ്പിൾ. ഓപ്ഷൻ നമുക്ക് അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും തരാറില്ല. അപ്പോൾ ചിലപ്പോൾ ക്യുസാറ്റിൻ്റെ കേസിലാണെങ്കിൽ അവർ ആദ്യം തന്നെ ഓപ്ഷൻ എഴുതിയിരിക്കുന്നത് 12 ആയേനെ, നമുക്ക് കിട്ടി 12 അപ്പോൾ തന്നെ എഴുതിപ്പോവും. സോ അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. ഹിയർ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ടേക്കൺ ഔട്ട്. അപ്പോൾ m1 തന്ന മാസ് തന്നാൽ ഇങ്ങനെ എഴുതിയാൽ മതി. എന്നിനെ നമ്മൾ മാസ് ബൈ മോളിക്കുലർ മാസാണ് n എന്ന് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് മാസ് നമുക്കറിയാം. ഫസ്റ്റ് മാസ് തന്നിട്ടുണ്ട്, യു ഫൈൻഡ് ദ സെക്കൻഡ് മാസിൽ നിന്ന് അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് എമൗണ്ട് ഓഫ് ഗ്യാസ് ടേക്കൺ ഔട്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ഇനി സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം, അല്ലെങ്കിൽ വി ക്യാൻ ക്ലോസ് ഇറ്റ് ഹിയർ. വൺ മോർ പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും, ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ. If dV is a change in volume of a liquid of density rho under the pressure P, dV is a change in volume ആണ്, then the pressure energy per unit mass of liquid, pressure energy plus per unit mass. അപ്പോൾ നമുക്കറിയാം എന്താണ് എനർജി അല്ലെങ്കിൽ പ്രഷർ എനർജി, എന്തെങ്കിലും എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി വർക്ക് ഡൺ. വർക്ക് ഡൺ എന്താ ഇതിൻ്റെ കേസിൽ? P into PdV എന്ന് പറയുന്നതാണ് വർക്ക് ഡൺ. പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ഈസ് എ വർക്ക് ഡൺ, ദാറ്റ് വി നോ. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ പ്രഷർ പി ആൻ തന്നിട്ടുണ്ട്, ഡി വി ആണ് ചേഞ്ച് ഇൻ വോളിയം, പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ആണ് വർക്ക് ഡൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത്. പ്രഷർ എനർജി പെർ എം ആണ് നമുക്ക് വേണ്ടത്. യൂണിറ്റ് മാസ് ഏതോ ഒരു മാസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ യൂണിറ്റ് മാസ്, ഒരു യൂണിറ്റ് മാസിന് വേണ്ടിയിട്ടുള്ള പ്രഷർ എനർജിയാണ് നമുക്ക് വേണ്ടത്. സോ ഇറ്റ് ഈസ് PdV by m. സോ വി നോ ദാറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം. So here it is so mass by v, here it is എന്താണ് dv എന്ന് പറഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോ ബൈ മാസ്, അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. p by m ഇൻറ്റു റോ അല്ല dv, വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ബൈ dv, ഹിയർ ഇറ്റ് ഈസ് dv, വോളിയം dv ആണ്, മാസ് m ആണ്. സോ dv ഈസ് ഈക്വൽ ടു m by റോ. സോ P by m അങ്ങനെ തന്നെ എഴുതുക. ഡി വിനെ മാറ്റി നമ്മൾ m by റോ ആക്കുക. m ക്യാൻസൽ ചെയ്ത് ബാക്കി വരുന്നത് എന്താ? P by റോ. P by റോ ഈസ് എ പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്. സോ ഇറ്റ്സ് ഓപ്ഷൻ നമ്പർ ഡി. ഓപ്ഷൻ ഡി ഈസ് എ റൈറ്റ് ആൻസർ. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴും വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് ഈ തെർമോഡൈനാമിക്സിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ ഇൻ്റഗ്രൽ PdV. either it is integral PdV or P delta V. സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കേസിൽ എന്താണ് വർക്ക് ഡൺ. ഇറ്റ് ഈസ് P delta V, PdV.
വർക്ക് ഡൺ പെർ യൂണിറ്റ് മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ബൈ എം കൂടെ എടുക്കണം. വി നോ ദാറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. സോ വോളിയം ഹിയർ ഇറ്റ് ഈസ് ഡെൽറ്റ വി ഡി വി. അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് എസ് പി ബൈ റോ. സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലംസ് എല്ലാം പേപ്പർ പേന എടുക്കുക, ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യുമ്പോൾ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. സോ നിങ്ങളുടെ കമൻറ്റ്സ് എഴുതുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുക, ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക. വേണമെങ്കിൽ ഒരു ഹോംവർക്ക് പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഹോംവർക്ക് പ്രോബ്ലം ഇടാം. ഓക്കെ, സോ നന്നായി ചെയ്ത് പഠിക്കുക. ഓക്കെ, ബൈ.